ഇത്തവണ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വന്നു അല്ലെ. കാരണം ഇത് ഇങ്ങനെ ഒരു പതിവ് ഉള്ളതാണോ? അത്രയ്ക്ക് അങ്ങ് കേൾവിയില്ല ഇത്തരത്തിൽ ഒരു മത്സരം. സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷ മുന്നണി കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചപ്പോൾ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുന്നത് ആദ്യമായല്ല എന്നുള്ളതാണ് വസ്തുത. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 4 തവണയെങ്കിലും സ്പീക്കർ സ്ഥാനത്തേക്ക് ഒന്നിലേറെ പേർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രമേയം പാസാക്കിയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് എന്നതിനാൽ തന്നെ സാങ്കേതികമായിട്ടുള്ള ഒരു അർത്ഥത്തിൽ നേരിട്ടുള്ള മത്സരം നടക്കാറില്ല എന്ന് മാത്രം. സ്പീക്കർ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ NDA നാമനിർദ്ദേശം ചെയ്ത ഓം ബിർളയും കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷും തമ്മിലുള്ള മത്സരമല്ല. ആദ്യം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഓം ബിർളയെ സ്പീക്കർ ആക്കണമെന്ന പ്രമേയമാണ് പ്രോട്ടം സ്പീക്കർ ഭർതൃഹരി മഹ്താബ് ആദ്യം പരിഗണിക്കുക. ഭരണപക്ഷം അതിനെ അനുകൂലിക്കുകയും ചെയ്യും. എന്നാൽ പ്രതിപക്ഷം എതിർക്കും, വോട്ടെടുപ്പ് ആവശ്യപ്പെടും. പ്രമേയത്തെ അനുകൂലിച്ചോ എതിർത്തോ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അധികാരമുണ്ട്. ഇതിന് രഹസ്യ ബാലറ്റുകളില്ല. അംഗങ്ങൾക്ക് നൽകുന്ന സ്ലിപ്പുകളിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് രേഖപ്പെടുത്താം. ഇത് എണ്ണി നോക്കി അപ്പോൾ തന്നെ പ്രോട്ടം സ്പീക്കർ സ്പീക്കറെ പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് സ്പീക്കറെ കസേരയിലേക്ക് ആനയിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള തീയതി രാഷ്ട്രപതി അംഗീകരിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരംഗത്തിനും മറ്റൊരംഗത്തെ സ്പീക്കർ ആക്കണമെന്ന പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ കഴിയും. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഉച്ചയ്ക്ക് മുൻപായി ലോക്സഭാ സെക്രട്ടറി ജനറലിന് നോട്ടീസ് നൽകിയിരിക്കണം. സർക്കാരിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് സാധാരണയായി പ്രധാനമന്ത്രിയോ പാർലമെന്ററി കാര്യമന്ത്രിയോ ആണ് നിർദ്ദേശിക്കാറ്. ഈ പേര് അംഗീകരിച്ചതുകൊണ്ട് പ്രമേയത്തെ അംഗങ്ങളെല്ലാം പിന്തുണയ്ക്കുകയാണ് സാധാരണ പതിവ്. ഒന്നിലേറെ സ്ഥാനാർത്ഥികൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. 1952 ആദ്യ ലോക്സഭാ സ്പീക്കറായ GV മാവ്ലങ്കറിനെ തെരഞ്ഞെടുക്കുമ്പോഴും എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. മാവ്ലങ്കറിനെ സ്പീക്കറാക്കാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച പ്രമേയത്തെ 394 പേർ അനുകൂലിച്ചു. എന്നാൽ 55 പേർ അതിനെ എതിർത്ത് വോട്ട് ചെയ്തു. അന്ന് ശങ്കർ ശാന്താറാം മോറിനെ സ്പീക്കറാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലനും പ്രമേയം കൊണ്ടുവന്നു. പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1976 കോൺഗ്രസിന്റെ BR ഭഗത്തിനെ സ്പീക്കറായി തെരഞ്ഞെടുത്തപ്പോഴും ഇതേപോലെ പ്രമേയം വോട്ടിനിടേണ്ടി വന്നു. ജഗന്നാഥ് റാവു ജോഷിയെ സ്പീക്കറാക്കാനായിരുന്നു അന്ന് മറ്റൊരു പ്രമേയം. 1991 ശിവരാജ് പാട്ടീൽ സ്പീക്കറാകുമ്പോൾ യശ്വന്ത് സിൻഹയും 98 GMC ബാലയോഗി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ PA സാങ്മ, രബി റേ എന്നിവരും നാമനിർദ്ദേശം നൽകിയിരുന്നു. ഭരണഘടനയുടെ 93-ാം വകുപ്പ് പ്രകാരം ലോക്സഭയിൽ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ടാകണം. പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ദിവസം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും സ്പീക്കർ തീരുമാനിക്കുന്ന ദിവസം ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും നടക്കും. അതാണ് കീഴ്വഴക്കം. ലോക്സഭയുടെ അധ്യക്ഷനും സഭയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുടെ അവസാന വാക്കുമാണ് സ്പീക്കർ. സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോവുകയും അംഗങ്ങളെ നിയന്ത്രിക്കുക, ഒരു ബില്ലിനെ പണബില്ലായി പ്രഖ്യാപിക്കുക, 10ാം ഷെഡ്യൂൾ പ്രകാരം കൂറുമാറിയതിന് അംഗങ്ങളെ അയോഗ്യരാക്കുക, സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അയക്കുക തുടങ്ങിയവയാണ് പ്രധാന അധികാരങ്ങളും ചുമതലകളും. ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ നടത്തുന്ന അംഗങ്ങളെ പരമാവധി 5 ദിവസം വരെ സസ്പെൻഡ് ചെയ്യാനും സ്പീക്കർക്ക് അധികാരമുണ്ട്. സ്പീക്കർ ഒരു പാർട്ടിയുടെയും പ്രതിനിധിയല്ല. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പാർട്ടി അംഗത്വം രാജിവെക്കണം. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂൾ ഇക്കാര്യം പറയുന്നുണ്ട്. സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ സഭ നടത്തിക്കൊണ്ടുപോകാനുള്ള ചുമതല ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. 1991 10ാം ലോക്സഭ മുതൽ ഈ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകുന്നതാണ് കീഴ്വഴക്കം. 16ാം സഭയിൽ സർക്കാരിനെ പിന്തുണച്ച AIADMKയിലെ N തമ്പിദുരൈയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. 17ാം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഇത്തവണ ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ സമവായം ഇല്ലാതെ പോയതാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിന് കാരണമായത്.